നമ്മുടെ ദില്ലി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ താറുമാറായി കിടക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. കുറേ അധികം ശരിയാക്കി എന്ന് പറയുന്നു, ഇപ്പോഴും കുറേ ശരിയാവാൻ ബാക്കിയുണ്ട് എന്നും പറയുന്നു. എയർ ട്രാഫിക് കൺട്രോളിലെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ആണ് ഇതിന് കാരണം എന്ന് പറയുന്നു. അവരുടെ സ്വിച്ചിങ്, വിമാനങ്ങൾ വരുന്നത് പോകുന്നത് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ അതിൽ കുഴപ്പം വന്നതുകൊണ്ട് മാനുവലായിട്ട് എൻ്റർ ചെയ്യേണ്ടി വരുന്നു ഓരോ വാല്യൂവും എന്നൊക്കെയാണ് ആദ്യം പുറത്തു വന്ന വാർത്ത. ഏതായാലും എയർപോർട്ടിൻ്റെ പ്രവർത്തനം താറുമാറായി എന്നുള്ളത് സത്യം. രണ്ടാമത്തെ ദിവസം അഥവാ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് വാർത്തകൾ പുറത്തു വന്നത് ഇത് ജി പി എസ് സ്പൂഫിംഗ് ആണ്. GPS ആണല്ലോ നമ്മളെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയും. അതൊരു അമേരിക്കൻ സിസ്റ്റമാണ്. ലോകമാസകലം പരന്നു കിടക്കുന്ന സാറ്റലൈറ്റുകൾ കൂട്ടിച്ചേർത്ത് അതിൻ്റെ സിഗ്നൽസ് വെച്ചിട്ട് ഓരോ വിമാനവും നിങ്ങൾ എവിടെയാണെന്ന് വിമാനത്തോട് അത് പറയും, ഞാനിവിടെയാണെന്ന് വിമാനം അതിനോട് പറയും. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഈ GPS സിസ്റ്റത്തിൽ വേറെ സിഗ്നലുകൾ കലർന്നാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ കലർത്തിയാൽ എന്ത് സംഭവിക്കും, ഈ കലർത്തുന്ന പ്രക്രിയയാണ് GPS സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പൂഫിംഗ് ഡൽഹി എയർപോർട്ടിൽ നടന്നോ എന്നുള്ളതാണ് ചോദ്യം. നടന്നു എന്ന് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പറയുന്നു. ഈ GPS ഒന്ന് സ്തംഭിപ്പിക്കാൻ സാധിക്കും. അത് GPS എന്താ പറയുക, അതിന് ജാമിങ് എന്ന് പറയും. GPS ജാമിങ്, അതായത് സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽസ് ബ്ലോക്ക് ചെയ്യുക, ജാം ചെയ്യുക. അപ്പോൾ പിന്നെ വിമാനത്തിന് തെക്കേതാ വടക്കേതാന്ന് അറിഞ്ഞുകൂടാതെ പൈലറ്റ് നേരിട്ട് വിമാനത്തിലെ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ദിശ കണ്ടുപിടിച്ച് എവിടെയാണ് താനെന്ന് കണ്ടുപിടിച്ച് അത് എയർ ട്രാഫിക് കൺട്രോൾ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം. ഒരു വിമാനം എപ്പോഴും ATC അഥവാ എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചെന്നൈക്ക് പറക്കുന്ന വിമാനം കൊച്ചിയുടെ അതിർത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോയമ്പത്തൂർ ATCയുടെ നിയന്ത്രണത്തിലാവും. കോയമ്പത്തൂരിൻ്റെ ഏരിയ കഴിഞ്ഞാൽ നേരെ ചെന്നൈയുടെ നിയന്ത്രണത്തിലാവും. ഇങ്ങനെയാണ് ഓരോ വിമാനവും പറക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ATCയുമായിട്ട് എപ്പോഴും വിമാനത്തിന് ബന്ധമുണ്ടാകും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടറിയാം, ഞാൻ കോയമ്പത്തൂരിന് മുകളിലുണ്ട്, ഞാനിപ്പോൾ ചെന്നൈക്ക് മുകളിലുണ്ട്, ഞാനിപ്പോൾ വിശാഖപട്ടണത്തിന് മുകളിലുണ്ട്, കൽക്കട്ടയ്ക്ക് പറക്കുന്നു, ഞാൻ ഭുവനേശ്വർ എയർപോർട്ടിന് മുകളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ താമസിയാതെ ഞാൻ കൽക്കട്ടയിലെത്തും. ഇങ്ങനെയാണ്. ചില വിമാനത്തിൻ്റെ ക്യാപ്റ്റന്മാർ നമുക്ക് ഈ വിവരം തരാറുമുണ്ട്. പറന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, പൂന നഗരം കാണാം, റൈറ്റ് സൈഡിൽ നോക്കൂ, നാഗ്പൂർ നഗരം കാണാം. ഇങ്ങനെയൊക്കെ അപൂർവം ചിലരൊക്കെ പറയാറുണ്ട്. ചിലരൊക്കെ പറയുന്നത് നമുക്ക് തിരിയുകയുമില്ല. കാരണം ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ലല്ലോ ഇവർ ഉപയോഗിക്കുന്നത്, സായിപ്പിൻ്റെ ഇംഗ്ലീഷാണ്. അപ്പോൾ കറബറ എന്തോ പറഞ്ഞു എന്നൊന്നും മനസ്സിലാവും, അല്ലാതെ ഈ കാര്യമൊന്നും മനസ്സിലാവില്ല. എന്തോ അത് നമ്മളുടെ ഒരു പ്രശ്നം. അവർക്ക് കൺഫ്യൂഷനൊന്നുമില്ല. അപ്പോൾ GPS ജാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഒരു ഉപകാരമാണ്. ശരി, മറ്റ് സിഗ്നലൊന്നുമില്ല, ഇനി നമ്മൾ ട്രഡീഷണൽ GPS ഇല്ലാതിരുന്ന കാലത്തും വിമാനം പറന്നുകൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ പറന്ന് ഇറങ്ങാം അല്ലെങ്കിൽ കയറാം എന്ന് തീരുമാനിക്കും. GPS സ്പൂഫിംഗ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അത് ഈ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന GPS സിഗ്നൽ അത് താഴത്തേക്ക് വരുംതോറും അതിൻ്റെ ശക്തി കുറയും. ശക്തി കുറയുന്ന ഭാഗത്ത് നിന്ന് ശക്തി കൂടിയ ചില സിഗ്നൽസ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ, അതായത് ഒരു കൃത്രിമ സാറ്റലൈറ്റ് സിഗ്നൽ പോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വിട്ടാൽ ഈ വിമാനത്തിന് പിന്നെ സ്വന്തം ദിശ അറിയാൻ പറ്റില്ല, അഥവാ അറിയുന്ന ദിശ തെറ്റായിരിക്കും. ഡൽഹിയിൽ സംഭവിച്ചത് ഇതാണ്. ഭൂരിഭാഗം വിമാനങ്ങൾക്കും
ഡൽഹിയിൽ ഇറങ്ങാൻ വരുമ്പോൾ കിട്ടുന്ന സിഗ്നൽ പെട്ടെന്ന് നിങ്ങൾ ചണ്ഡീഗഡിന് മുകളിലാണ്, ഇതാണ് കിട്ടുന്ന സിഗ്നൽ. എല്ലാം കറക്റ്റാണ്, എല്ലാ സിഗ്നലും കറക്റ്റാണ്, സംഗതിയൊക്കെ റെഡി. ബട്ട് പൈലറ്റിന് അറിയാം, ഞാൻ ഡൽഹിക്ക് അടുത്ത് എത്താറായതാണല്ലോ ഇതുവരെ, ഇപ്പോൾ എങ്ങനെ ഞാൻ ചണ്ഡീഗഡിന് മുകളിലെത്തി? അപ്പോൾ പൈലറ്റിന് എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലായിട്ട് ട്രഡീഷണൽ വേയിൽ ATCയുമായിട്ട് ബന്ധപ്പെടും. സിഗ്നൽസിന് എന്തോ തകരാറുണ്ട്, എന്നെ ആരോ മിസ്ലീഡ് ചെയ്യുന്നു, ഹെൽപ്പ് മീ. അപ്പോൾ അവർ തമ്മിൽ ഈ ട്രാൻസ്മിറ്റർ റിസീവർ വഴിക്ക് സംസാരിച്ച് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അത്രയും സമയം കൺഫ്യൂഷൻ ഉണ്ടാകും, കാലതാമസം ഉണ്ടാകും. അതോടെ തൊട്ടു പിന്നാലെ വരുന്ന ഫ്ലൈറ്റുകളെല്ലാം തന്നെ തകിടം മറിയും. കാരണം അയാൾക്ക് തൊട്ടു പിന്നാലെ വരുന്ന ഫ്ലൈറ്റിന് കിട്ടിയ സിഗ്നൽ ഡൽഹി എത്താറായപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ജയ്പൂരിലെത്തി എന്നാണ്. എന്ത് ചെയ്യും? ഈ നിസ്സഹായാവസ്ഥയും കൺഫ്യൂഷനുമാണ് ഡൽഹി എയർപോർട്ടിൽ നടന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിമാനങ്ങളും ഡൽഹിയിൽ നിന്ന് ജയ്പൂരിലേക്കാണ് തിരിച്ചുവിട്ടത്. കുറച്ച് ലക്നൗവിന് തിരിച്ചുവിട്ടു. ലക്നൗവിലോ ജയ്പൂരിലോ ഈ പ്രശ്നം ഉണ്ടായില്ല, ബോംബെയിൽ ഈ പ്രശ്നം ഉണ്ടായി. എന്നാൽ ഇത്ര വ്യാപകമായിട്ട് സ്പൂഫിംഗ് ബോംബെയിൽ ഉണ്ടായില്ല. അതുകൊണ്ട് ബോംബെ വലിയ വാർത്തയൊന്നും ആയില്ല. ബോംബെ അഥവാ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടും അസാമാന്യ വലിപ്പമുള്ളതാണ്. മുംബൈ ആണെങ്കിലും ഡൽഹി ആണെങ്കിലും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് വരികയും പോകുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഡൽഹിയിൽ ഇപ്പോൾ ഏകദേശം മിനിറ്റിൽ ഒരു ലാൻഡിങ്ങും ഒരു ടേക്ക് ഓഫും നടക്കുന്നുണ്ട് എന്നാണ് പത്രങ്ങൾ എഴുതി കണ്ടിട്ടുള്ളത്. ഇത് നമുക്ക് എണ്ണാൻ പ്രയാസമാണ്, കാരണം പല റൺവേയിലൂടെ ഇവർ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ നടത്തും. ഏതായാലും ഡൽഹിയിലെ പ്രധാനപ്പെട്ട റൺവേയിൽ ഇതിനെ തുടർന്ന് അടുത്ത കൺഫ്യൂഷൻ ഉണ്ടായി. ഇൻസ്ട്രുമെൻ്റ് ലാൻഡിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാതെയായി. ഇൻസ്ട്രുമെൻ്റ് ലാൻഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ പൈലറ്റിന് ഒന്നും ചെയ്യാതെ ഏകദേശം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വിമാനം റൺവേയിൽ കൊണ്ടുപോയി ഇറക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഇൻസ്ട്രുമെൻ്റ് ലാൻഡിംഗ് സിസ്റ്റം. സാധാരണ പൈലറ്റുമാർ അത് ഉപയോഗിക്കാറില്ല കേട്ടോ. അവരുടെ ബുദ്ധിയെയും അവരുടെ കാഴ്ചശക്തിയെയും ഒക്കെ വെച്ചിട്ടാണ്, മറ്റ് ഇൻസ്ട്രുമെൻ്റ് റീഡിങ്ങും ഒക്കെ എടുത്തിട്ടാണ് അവർ ലാൻഡ് ചെയ്യുന്നത്. എന്നാലും ഒരു സ്റ്റാൻഡ് ബൈ എന്നുള്ള നിലയ്ക്ക് ഇൻസ്ട്രുമെൻ്റ് ലാൻഡിംഗ് സിസ്റ്റം എപ്പോഴും അലർട്ടായിരിക്കണം. ഇൻസ്ട്രുമെൻ്റ് ലാൻഡിംഗ് സിസ്റ്റം തകരാറായിരിക്കുമ്പോൾ മാനുവൽ ലാൻഡിംഗ് നടത്തുക എന്ന് പറയുന്നത് റിസ്ക്കാണ്. ഏത് സമയത്തും ഇൻസ്ട്രുമെൻ്റ് ലാൻഡിംഗ് സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാം ഒരു പൈലറ്റിന്. അതിനാൽ ഇൻസ്ട്രുമെൻ്റ് ലാൻഡിംഗ് സിസ്റ്റം ഫുള്ളി ഫങ്ഷണലായിട്ട് റെഡി ആയിട്ടിരിക്കണം ഏത് നിമിഷവും. ഇത് തകരാറിലായി കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രോട്ടോക്കോൾ അനുസരിച്ച് വിമാനങ്ങൾക്ക് ഇറങ്ങാൻ പ്രയാസമായി. ടേക്ക് ഓഫ് ചെയ്യുന്ന കാര്യം പറയുകയും വേണ്ട. അപ്പോൾ പ്രയാസമായി കഴിഞ്ഞാൽ പിന്നെ ഈ മാനുവലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് നിങ്ങൾ VTG-12 ഇതായിരിക്കും നമ്പറാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ VTG-12 എവിടെയാണ്? ഞാൻ 20,000 അടി പൊക്കത്തിലാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു 25ലേക്ക് പൊങ്ങിയിട്ട് പറന്നോളൂ, ഞങ്ങൾ പറയാം, നിങ്ങൾ എയർപോർട്ടിനെ വട്ടം ചുറ്റി കറങ്ങിക്കോളൂ. ആ മനുഷ്യൻ കറങ്ങും. ഒരു കറക്കമായി, 2 കറക്കമായി, 3 കറക്കമായി. അയാൾ ATCയിലേക്ക് വിളിക്കും, എന്നെ ഇറങ്ങാൻ സമ്മതിക്കണം, എൻ്റെ ഫ്യൂവൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒരു റൗണ്ട് പറക്കാനുള്ള ഫ്യൂവലേ എൻ്റെ കയ്യിലുള്ളൂ, പിന്നെ ലാൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം രക്ഷയില്ല. അപ്പോൾ പിന്നെ അയാളോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യ്, ലക്നൗവിക്ക് പറക്ക്, ലക്നൗവിൽ പോയി ഇറങ്ങിക്കോളൂ. ലക്നൗവിൽ പറക്കാനുള്ള ഫ്യൂവൽ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇറങ്ങാനുള്ള ഫ്യൂവലില്ല. ഇങ്ങനെയൊക്കെയുള്ള എമർജൻസി വരും. അപ്പോൾ അവസാനം ഇയാൾക്ക് മുൻഗണന കൊടുത്തിട്ട് ഇയാളെ താഴെ ഇറക്കും എല്ലാവരും കൂടെ. ഇത് ചെയ്തു വരുമ്പോൾ സമയം പോകുമല്ലോ. അപ്പോഴത്തേക്ക് എല്ലാ ഫ്ലൈറ്റ് ഷെഡ്യൂളും തെറ്റി, യാത്രക്കാർ പിന്നെ പറയുകയും വേണ്ട. ആ ബഹളം വയ്ക്കും, ഇന്ത്യൻ എയർലൈൻസ് തല്ലിപ്പൊളി, ഇൻഡിഗോ കൊള്ളില്ല, അവരെനിക്ക് കാപ്പി തന്നില്ല, കൗണ്ടറിലിരിക്കുന്ന ആൾ ഒന്നും മിണ്ടിയില്ല. എന്ത് മിണ്ടാൻ? അയാൾക്ക് തന്നെ ഒന്നും അറിഞ്ഞുകൂടാ. നമ്മൾ പലപ്പോഴും കൗണ്ടറിൽ പോയി തട്ടിക്കയറും. അവിടെ ഇരിക്കുന്ന പെങ്കൊച്ചിന് അവൾ ഏതപ്പാന്ന് അവൾ നിൽക്കുന്നു, അവൾക്കൊന്നും അറിയില്ല. അവൾ ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ മേലധികാരികൾ ഒരു ചുക്കും പറയുകയുമില്ല. നീ എന്തെങ്കിലും പറവച്ചെന്നൊക്കെ പറയും. ഇവളെന്ത് പറയാൻ? ഇവളുടെ നേർക്കാണ് യാത്രക്കാർ രോഷം തീർക്കുന്നത്.
അതിനിടയ്ക്ക് അവരുടെ കുറേ സ്റ്റാഫൊക്കെ വന്നിട്ട് ചേട്ടാ ഇരിക്കുക ചായയൊക്കെ കുടിക്കുന്നു. എനിക്ക് എൻ്റെ വിമാനം എഴുപ്പുമ്പോൾ എനിക്കിപ്പോൾ പോകണം, എനിക്ക് നാളെ ഇൻ്റർവ്യൂ ഉള്ളതാണ്, എനിക്ക് ഇന്ന കാര്യമുള്ളതാണ്, എനിക്ക് സർജറി ഉള്ളതാണ്, ഒന്നും പറയണ്ട. ആകെ ബഹളം നടക്കും. ആർക്കറിയണം അവരുടെ ഈ പൈലറ്റുമാരുടെയോ എയർ ട്രാഫിക് കൺട്രോളുടെയോ ഒക്കെ ബുദ്ധിമുട്ട് ആർക്കും അറിയണ്ടില്ല. അത് അറിയണ്ട, അത് ശരിയാണ്. ബട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മുന്നറിയിപ്പ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗധരി തന്നിരുന്നു. അത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂവിലും അദ്ദേഹം പറഞ്ഞു, യുദ്ധം മറ്റ് പല രീതിയിൽ നടക്കും. അത് ചിലപ്പോൾ സൈബർ യുദ്ധമായിരിക്കും, സൈബർ സെക്യൂരിറ്റിയുടെ പ്രശ്നങ്ങളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ തൊട്ടും തൊടാതെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിരുന്നു. അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, GPS പകരം നമ്മൾ ഡെവലപ്പ് ചെയ്ത ISRO ഡെവലപ്പ് ചെയ്ത നാവിക് എന്ന നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. അത് കുറേശ്ശെയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അത് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടില്ല. പലരും നാവിക് എന്ന് കേട്ടപാടെ ഇനിയിപ്പോൾ നമ്മൾ ലോകത്തെ വെല്ലുവിളിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചവരുണ്ട്. ലോകത്തെ വെല്ലുവിളിക്കാറൊന്നും ആയിട്ടില്ല, എന്നാലും വളരെ റോബസ്റ്റായിട്ടുള്ള വിശ്വസിക്കാവുന്ന നമ്മളുടെ സ്വന്തം ഒരു GPS ആണ് നാവിക് ഇപ്പോൾ ഡെവലപ്പ് ആയിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, ഈ കൊമേർഷ്യൽ ഫ്ലൈറ്റുകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സാമർഥ്യത്തിലേക്ക് നാവിക് വന്നിട്ടില്ല. ഒന്ന്, നാവിക് ഭാരതത്തിൻ്റെ അന്തരീക്ഷം പ്ലസ് ഒരു 1500 കിലോമീറ്റർ ചുറ്റളവ്, ഇത്രയും സ്ഥലത്തെ നമുക്ക് നാവിക് പ്രവർത്തിക്കുകയുള്ളൂ. ആ പ്രവർത്തിക്കുന്നത് തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള എയർപോർട്ട് പോലെയുള്ള സംവിധാനങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടില്ല ഇതുവരെ. ഇതിനൊരുപാട് ട്രയലും അതും ടെക്നോളജി ഇത് ഫിറ്റാകുമോ അത് ഫിറ്റാകുമോ, മറ്റതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ, ഇരിക്കുന്ന GPS-ഉം നമ്മൾ കൊണ്ടുവരുന്ന നാവിക്കും തമ്മിൽ ബന്ധപ്പെടുത്തിയാൽ എങ്ങനെ വരും, ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൈലറ്റുമാർക്ക് ഇതുമായിട്ട് പരിചയമുണ്ടോ, ഡിസ്പ്ലേ GPS-ൽ വരുന്നത് പോലെ തന്നെയാണോ നാവിക്കിൽ വരുന്നത്. നാവിക്ക് ഇൻഡിജിനസ് ആണ്, GPS-നേക്കാൾ പല സ്ഥലത്തും പല ഫീച്ചേഴ്സും നാവിക്കിന് കൂടുതലാണെന്ന് പറയുമ്പോൾ വീണ്ടും ഇൻ്റഗ്രേഷന് പ്രശ്നം വരുന്നു. കൂട്ടിച്ചേർക്കുമ്പോൾ പ്രശ്നമല്ല, കുറവാണെങ്കിലും പ്രശ്നമാണ്, കൂടുതലാണെങ്കിലും പ്രശ്നമാണ്. എക്സാക്റ്റ് ആയിരിക്കണം. എന്നാൽ കൂടുതലായി ഡെവലപ്പ് ചെയ്ത് നമ്മുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവ് അത് വേണ്ടെന്ന് വയ്ക്കാനും പാടില്ല. ഇൻ ഷോർട്ട് ഞാൻ പറയുന്നത്, നാവിക്ക് നമ്മളുടെ എയർപോർട്ടുകളിലെ ട്രാഫിക്കിന് വേണ്ടി ഉപയോഗിക്കാനും മാത്രം വികസിതമായിട്ടില്ല. ചില സ്ഥലത്ത് അത് ആവശ്യത്തിൽ കൂടുതൽ വികസിച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് ആവശ്യത്തിൽ കുറവുമാണ്. അങ്ങനെയാണ് ടെക്നോളജി. ശാസ്ത്രജ്ഞന്മാരും അവരൊക്കെ ഇത് നാവിക്ക് ISRO ഉണ്ടാക്കിയത്. ISROക്കാർ ആപകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഇത് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ. പക്ഷേ സമയമാകുമല്ലോ. അതിനിടയ്ക്കാണ് അനിൽ ചൗധരി നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തു, നാവിക്ക് പെർഫെക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ ബുദ്ധിമുട്ടും. കാരണം ഇനിയുള്ള യുദ്ധങ്ങളിൽ വലിയൊരു ശതമാനം സോഫ്റ്റ്വെയർ യുദ്ധങ്ങളാണ്, ഹാർഡ്വെയർ അല്ല. കൈനറ്റിക് വാർ എന്ന് പട്ടാളക്കാർ പറയും, അതായത് ആയുധം കൊണ്ടുള്ള യുദ്ധം. കൈനറ്റിക് വാറിൽ നിന്ന് സൈബർ വാറിലേക്ക് യുദ്ധങ്ങൾ മാറുകയാണ്. ഈ കഴിഞ്ഞ വർഷം മൊത്തം ലോകത്ത് 4,30,000 സ്പൂഫിംഗ് ഇൻസിഡൻറ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ടു. അതിൽ ഏറ്റവും അധികം ഈ വാർ സോണിലാണ്. ഇന്ത്യ പാകിസ്ഥാൻ, റഷ്യ ഉക്രൈൻ, ഇസ്രായേൽ ഇറാൻ, ഇസ്രായേൽ ഗാസ, ഇസ്രായേൽ ലെബനൻ, ഇസ്രായേൽ യമൻ, ഇസ്രായേൽ സിറിയ, ഈ ഭാഗങ്ങൾ ഇവിടെയെല്ലാമാണ് വ്യാപകമായ സ്പൂഫിങ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. സ്പൂഫിങ് കൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം, അതേ തുടർന്ന് അത്യപൂർവം അപകടങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ മൊത്തം സിസ്റ്റത്തെ അലങ്കോലമാക്കാൻ സ്പൂഫിങ് കൊണ്ട് സാധിക്കും. ഇത് യുദ്ധസമയത്താണ് ചെയ്യുന്നതെങ്കിലോ ശരിയാണ്. നമ്മളുടെ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ
പാകിസ്ഥാനെതിരെ നമ്മൾ ഈ തന്ത്രം പ്രയോഗിച്ചിരുന്നു. പാകിസ്ഥാൻ്റെ ഡിഫൻസ് ഭസ്മമായി പോകാൻ കാര്യം പാകിസ്ഥാന് അവരെവിടെയാണ്, ഏത് ലൊക്കേഷനിലാണ്, എങ്ങോട്ടാണ് അവർ പറക്കുന്നത്, എന്ത് ചെയ്യണം എന്ന് പിടിയില്ലാതെ വരികയും ആ ഗ്യാപ്പിൽ നമ്മൾ കയറി തകർത്ത് കളയുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ ഒരു പക്ഷേ സൈബർ വാർ മുന്നിട്ട് നിൽക്കുന്നത് നമ്മളാണ്. ബട്ട് അന്ന് തന്നെ നമുക്കറിയാം പാകിസ്ഥാൻ ഇത് തിരിച്ചടിക്കും. അവർക്ക് ടെക്നോളജി ഇല്ലെങ്കിൽ അവർ അമേരിക്കയിൽ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ ചൈന അവരെ സഹായിക്കാനുണ്ടാവും. എങ്ങനെ പോയി കഴിഞ്ഞാലും ദേ വിൽ സ്ട്രൈക്ക് ബാക്ക്. ഇത് നമ്മളുടെ CDS അനിൽ ചൗധരിക്കും അറിയാം. ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഒരു സെമിനാറിൽ തുറന്നു തന്നെ പറഞ്ഞു, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ആകാശ യുദ്ധത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഫൈറ്റർ ജെറ്റ് ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ഫൈറ്റർ ജെറ്റിന് നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു പൈലറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ആ വിമാനത്തിൻ്റെ ദിശ തിരിച്ചുവിടാൻ പറ്റിയ ഫോൾ സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല കാര്യങ്ങളും തോറ്റ് നിങ്ങളുടെ വിമാനം മൂക്കും കുത്തി എവിടെയെങ്കിലുമൊക്കെ വീഴും. എവിടെ വീഴുകയാണ് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ വളരെ സമർത്ഥനായ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾ വിമാനത്തിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് അയാൾ പാരച്യൂട്ട് വഴി രക്ഷപ്പെട്ടു എന്ന് വരും. പക്ഷേ നിങ്ങളുടെ വിമാനം നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഇതൊക്കെ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദി തുറന്നു തന്നെ പറഞ്ഞു. അത്ര ഗൗരവമാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഈ സ്പൂഫിംഗ് DGCA കൺഫേം ചെയ്തു. പക്ഷേ ആരാണിത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഫോർ സെക്യൂരിറ്റി റീസൺസ് ഞങ്ങൾ ആ വിവരം പുറത്തു വിടുന്നില്ല. ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് ചെയ്തതാണെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാകും, കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളത് പുറത്ത് പറയില്ല, പറയാനും പറ്റില്ല. പോസിബിൾ 2 പേരാണ്. ഒന്ന് പാകിസ്ഥാൻ, 2 ചൈന. ചൈനയ്ക്കും വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചൈന അത് ചെയ്യാനുള്ള സാധ്യതയില്ല. ദൂരവും വളരെ കൂടുതലാണ്. ഡൽഹിയിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ ദൂരെയാണ് ചൈന. പാകിസ്ഥാനാണെങ്കിൽ ഒരു 400-500 കിലോമീറ്റർ ദൂരെയാണ്. ഏകദേശം ഡൽഹിയിൽ നിന്ന് 110 കിലോമീറ്റർ ദൂരെ വെച്ചിട്ട് ഈ ആക്ഷൻ നടന്നു എന്ന് കണക്ക് കൂട്ടുന്നു. ബോംബെയെ ആക്രമിക്കാൻ ശ്രമിച്ചാലും പാകിസ്ഥാനാണ് അതിനകത്ത് സ്വാഭാവികമായ പ്രതി. ബോംബെയിൽ സക്സസ്ഫുള്ളായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും സൈബർ വാർ എന്ന പ്രശ്നം നമ്മളെ തുറിച്ചു നോക്കുന്നു. നമ്മളുടെ നാവിക്ക് വേണ്ട രീതിയിൽ വികസിച്ചിട്ടുമില്ല. അതിവേഗം അതിൻ്റെ ജോലി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിത് പല തവണ പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആരെങ്കിലും അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായ ഒരു മൊബൈൽ ഫോൺ, സ്വന്തമായ ഇൻ്റർനെറ്റ്, സ്വന്തമായ GPS, ഇതൊക്കെ ഭാരതത്തിന് ആവശ്യമാണ്. ഇപ്പോൾ ഭാരതം ആ ദിശയിൽ ജോലി തുടങ്ങിക്കഴിഞ്ഞു. ബട്ട് എത്ര വർഷമെടുക്കും എന്ന് ചോദിച്ചാൽ ആർക്കും കൃത്യമായ ഉത്തരമില്ല. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകളെല്ലാം തന്നെ മൊബൈൽ ഫോൺ കമ്പനിയുടെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ ഗാലറിയിലെ ഫോട്ടോസ് രഹസ്യമാണ് എന്ന്. വാസ്തവത്തിൽ ഒരു രഹസ്യവുമില്ല. ഈ കമ്പനിക്കാരന് അത് ആക്സസിബിളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മൊബൈലിൽ മെക്കാനിക്കൽ സ്വിച്ച് ഇല്ലാത്തത്. നിങ്ങളുടെ മൊബൈലുകളെല്ലാം ഇപ്പോൾ സോഫ്റ്റ്വെയർ സ്വിച്ചാണ്. നിങ്ങളുടെ ബാറ്ററി നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മൊബൈൽ എപ്പോഴും വർക്കിംഗ് ആണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. മൊബൈൽ മാനുഫാക്ചററോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പൂഫിംഗ് ആൾക്കാരോ എല്ലാം നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു ഡേഞ്ചറസ് പ്രൊപ്പോർഷനിലേക്ക് പോയിട്ടില്ല. GPS തെറ്റി, കാറ് പോയി, ആറ്റിൽ ചാടി എന്നൊക്കെയുള്ള വാർത്ത ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വഴിതെറ്റിപ്പോയി എന്നൊക്കെ വരാറുണ്ട്. അങ്ങനെ വഴിതെറ്റിപ്പോയ പലരെയും എനിക്കറിയാം. ഇങ്ങനെ ചെറിയ ചെറിയ ഇൻസിഡൻസായിട്ട് നമ്മളിത് തള്ളിക്കളയുന്നുണ്ട്. ബട്ട് ഇതൊരു മേജർ സ്കെയിലിൽ സംഭവിച്ചാലുള്ള കഥ വളരെ മോശമായിരിക്കും. നിങ്ങൾ നോക്കുക, ഒരു ദിവസം എറണാകുളം ടൗണിൽ പെട്ടെന്ന് നേവിയുടെ വിമാനം വഴി തെറ്റി റോഡിലിറങ്ങുന്നു.
റോഡിലാണ് ഇറങ്ങുന്നതെന്ന് നേവിയുടെ ഇയാൾക്ക് വിമാനം ഓടിക്കുന്ന ആളിന് പൈലറ്റിന് അറിയാം. ബട്ട് പൈലറ്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വിമാനം അങ്ങ് ഇറങ്ങുന്നു. പൈലറ്റ് ഇജക്റ്റ് ചെയ്യും, പാരച്യൂട്ടിൽ രക്ഷപ്പെടും. വിമാനം ഒരുപാട് കെട്ടിടങ്ങളുമൊക്കെ തകർത്ത് തീയുമൊക്കെ ആയിട്ട് റോഡിലേക്ക് ഇറങ്ങും. ആ റോഡ് മൊത്തം ബ്ലോക്കാവും. മറ്റ് കാറുകളെല്ലാം ഓടി വരുന്നത് അവർ GPS നോക്കിക്കഴിയുമ്പോൾ ഈ റോഡിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, നേരെ വരാം എന്ന് പറഞ്ഞ് പാഞ്ഞു വരുമ്പോൾ വിമാനം കാണും, എല്ലാവരും ബ്രേക്ക് ചെയ്തും അതിഭീകരമായ ബ്ലോക്കായിരിക്കും. എവരിബഡി ഡിപ്പെൻസ് ഓൺ GPS ഇല്ലേ? ആ GPS സ്പൂഫ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് റോഡിലെ ബ്ലോക്ക്, റോഡിലെ സിഗ്നൽ, ഈ വഴി പോ ആ വഴി പോ എന്നൊക്കെ പറഞ്ഞു തരുന്ന GPS, ആ GPS തന്നെ നിങ്ങളെ വഴിതെറ്റിച്ച് കഴിഞ്ഞാൽ, കാറിനെ വഴിതെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നഗരം സ്തംഭിപ്പിക്കാൻ പറ്റും. ഒരു നഗരം സ്തംഭിച്ചാലുണ്ടാവുന്ന കൊമേർഷ്യൽ ലോസ് എത്രയാണ്, ഹ്യൂമൻ ലോസ് എത്രയാണ്? ഭാരതത്തിലെ തിരഞ്ഞെടുത്ത ചില നഗരങ്ങൾ ഇതുപോലെ സ്തംഭിപ്പിക്കാൻ പാകിസ്ഥാൻ തീരുമാനിക്കുന്നു. അമേരിക്കയുടെ സഹായത്തോടെയോ ചൈനയുടെ സഹായത്തോടെയോ ആയിക്കോട്ടെ. ഡൽഹി, മുംബൈ, പൂനെ, പാറ്റ്ന, വിശാഖപട്ടണം, ചെന്നൈ, ട്രിവാൻഡ്രം, കൊച്ചി, ഇത്രയും സ്ഥലം മതി. ഇത് തന്നെ ധാരാളം. ഇത്രയും നഗരങ്ങൾ സ്തംഭിച്ചാൽ തന്നെ ഭാരതം സ്തംഭിക്കും. ഞാനിത് നിങ്ങളോട് പറയുന്നത് ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല, ഇതിൻ്റെ ഡയമെൻഷൻ എത്രയുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വളരെ ക്രിട്ടിക്കലായ ഒരു പീരീഡിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എവറിത്തിങ് ഈസ് ഹങ്കി ഡോറി, ഭാരതത്തെ ഇനി ചലഞ്ച് ചെയ്യാൻ ആരുമില്ല, ഇങ്ങനെ ഒന്നും ധരിക്കരുത്. നെവർ ഓവർ എസ്റ്റിമേറ്റ് യുവർ സെൽഫ്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി. താങ്ക് യു.